നിങ്ങൾ എപ്പോഴും സ്നേഹത്തിൽ സംസാരിക്കുക. അത് പൂർണ്ണ ദൈവഹിതമാണ്. സദൃശ്യവാക്യങ്ങൾ 15-ാം അധ്യായം 4-ാം വാക്യം ആംപ്ലിഫൈഡ് വിവർത്തനം ഇപ്രകാരം പറയുന്നു: മൃദുവായ നാവ് രോഗശാന്തിയുള്ള ഒരു ജീവവൃക്ഷമാണ്. എന്നാൽ അത് മനഃപൂർവമായി വൈരുദ്ധ്യം സംസാരിക്കുന്നത് മൂലം ആത്മാവിനെ തകർക്കുകയും മനോവ്യസനം വിളിച്ച് വരുത്തുകയും ചെയ്യുന്നു. വീണ്ടും ജനിച്ചതായ ഒരു ദൈവവൈതൽ അല്ലെങ്കിൽ ക്രിസ്തുവേശുവിനെ സ്വന്തം രക്ഷിതാവും ദൈവവുമായി സ്വീകരിച്ചൊരു വ്യക്തി ദൈവസ്നേഹത്തിൽ ജീവിക്കുകയും നടക്കുകയും വേണം എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവും ഇല്ല. അതെനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തിരഞ്ഞെടുക്കാം എന്നുള്ള കാര്യത്തിൽ ഒരു തീർപ്പില്ല. അത് പുതുക്കപ്പെട്ട ജീവിതത്തിന്റെ പ്രകൃതിയും ശീലവും വേർതിരിക്കാൻ സാധിക്കാത്ത ഒരു പ്രകൃതവുമാണ്. കാര്യങ്ങളുടെ വാസ്തവം ഇങ്ങനെ എന്നിരിക്കെ നിങ്ങൾ ഒരു പടി കൂടെ മുന്നോട്ട് പോയി അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുസരിക്കാൻ തയ്യാറായാൽ മാത്രമേ അതിന്റെ ഫലം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാ വിഷയത്തിലും സ്നേഹത്തിൽ നടക്കുവാൻ നിങ്ങൾ മുൻകൂട്ടി തീരുമാനമെടുക്കുക. തുടർച്ചയായി നിങ്ങളുടെ പെരുമാറ്റച്ചട്ടം, സംസാരം ഉൾപ്പെടെ പരിശോധിച്ച് വേണ്ട ക്രമീകരണങ്ങൾ നിങ്ങൾ വരുത്തുക. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 2-ാം വാക്യം ഇപ്രകാരം പറയുന്നു: ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ നടപ്പീൻ. ഒരു പ്രശ്നം അഭിമുഖീകരിക്കുന്നത് വരെ കാത്തിരിക്കാതെ മുൻകൂറായി സ്നേഹത്തിൽ പ്രവർത്തിക്കുവാൻ തയ്യാറാവുക. അങ്ങനെയെങ്കിൽ നിങ്ങൾ എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയോത്സവമായി ജീവിക്കുകയും വെളിയിൽ വരികയും ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹിക്കുവാൻ സാധിക്കാത്ത വിഷമമായ ഒരു പ്രത്യേക വ്യക്തി ഉണ്ടെങ്കിൽ വിശ്വാസത്തിൽ ഇത് മറികടക്കുവാൻ നിങ്ങളൊരു പദ്ധതി തയ്യാറാക്കുക. പ്രത്യേകിച്ച് ഈ വ്യക്തി നിങ്ങളുടെ ഭവനത്തിനകത്ത് നിങ്ങളോടൊപ്പം താമസിക്കുന്ന ആളാണെങ്കിൽ തൽക്കാലം സഹകരിക്കുക എന്നതിലുപരി സ്നേഹവും കരുണയും അവരോട് പ്രദർശിപ്പിച്ചു തുടങ്ങുക. ദൈവവചനത്തിനും കൽപ്പനകൾക്കും വിരോധമായ ഒരു പ്രവർത്തനത്തെ അല്ല ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. മറിച്ച് സ്നേഹം എല്ലാത്തിനെയും മറികടക്കുന്നത് കാരണം നിങ്ങൾ സ്നേഹത്തിൽ വസിച്ച് സ്നേഹം നിങ്ങളിൽ നിന്ന് ഒഴുകുവാൻ നിങ്ങൾ ഒരു തീരുമാനമെടുക്കണം എന്നാണ് ഞാൻ സ്നേഹത്തോടെ നിങ്ങളെ ഓർപ്പിക്കുന്നത്. കാരണം സ്നേഹം എന്ന് വെച്ചാൽ ദൈവസ്നേഹത്തിൽ പ്രവർത്തിക്കുന്നത് എല്ലായിടത്തും എല്ലായ്പ്പോഴും നിങ്ങൾക്ക് പൂർണ്ണ ജയം ഉറപ്പാക്കുമെന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. തുടർന്ന് നിങ്ങളുടെ ഹൃദയത്തെ ദൈവസ്നേഹത്തിന്റെ വചനങ്ങൾ കൊണ്ട് തുടരെ നിറയ്ക്കുക. അത് ധ്യാനിക്കുകയും അതിന്റെ ശക്തിയിൽ ആശ്രയിക്കുകയും ചെയ്താൽ സ്നേഹത്തിൽ ജീവിക്കുവാനും നടക്കുവാനുമുള്ള നിങ്ങളുടെ പ്രാപ്തിയെ വർദ്ധിപ്പിക്കും. സ്ഥിരമായി ദൈവവചനം ഭക്ഷിക്കുന്നുവെന്ന് നിങ്ങൾ ഈ സമയത്ത് ദിനംതോറും ഉറപ്പുവരുത്തണം. ലോകത്തിന്റെയും ജഡത്തിന്റെയും ശബ്ദം ഉയരുമ്പോൾ 1 കൊരിന്ത്യർ 13-ാം അധ്യായം വീണ്ടും വായിച്ച് ധ്യാനിക്കുക. ഇപ്രകാരം നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ ഞാൻ ഉറപ്പായി പറയട്ടെ, ദൈവവചനം നിങ്ങളിൽ ജീവൻ പ്രാപിക്കും. ദൈവസ്നേഹം എന്നിൽ വസിക്കുന്നതുകൊണ്ട് ഞാൻ ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും നിഗളിക്കാതെ ഇരിക്കുകയും സ്വാർത്ഥത അന്വേഷിക്കാതിരിക്കുകയും ദേഷ്യപ്പെടാതിരിക്കുകയും ദോഷം കണക്കിടാതിരിക്കുകയും അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ മാത്രം സന്തോഷിക്കുകയും ചെയ്യും എന്നൊരു തീരുമാനം എടുക്കണം. അത് ഏറ്റുപറയണം. കർത്താവിന്റെ സന്തോഷം എൻ്റെ ബലമാകുന്നു. സ്നേഹത്തിൽ വസിക്കുന്ന എൻ്റെ ബലം ഉതിർന്ന് പോകയില്ല എന്ന് വിശ്വാസത്തോടെ ഏറ്റുപറയുക. വിശ്വാസത്തിന്റെ ഒരു ചുവട് ഇവിടെ നമുക്ക് വെക്കാമോ? നിങ്ങൾ എത്ര ഉത്സാഹിച്ചിട്ടും സ്നേഹിക്കുവാൻ സാധിക്കാതെ വരുന്ന ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കുക. വചനത്തിൽ നോക്കി സ്നേഹത്തിന്റെ വചനങ്ങൾ കണ്ടെത്തി ആ വ്യക്തിയുടെ മേലും നിങ്ങളുമായുള്ള ബന്ധത്തിൽ അത് സംസാരിക്കുക.
ദൈവസ്നേഹത്തിൽ ജീവിക്കുവാനും നടക്കുവാനും നിങ്ങളൊരു തീരുമാനമെടുത്താൽ ഇതുപോലെ നിങ്ങൾക്ക് സാധിക്കും. അതിന് പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങൾക്ക് ലഭ്യമാണ്. അതുകൊണ്ട് ഇന്ന് തന്നെ അങ്ങനെ ഒരു തീരുമാനമെടുത്ത് അതിൽ നടക്കുക. കർത്താവ് നിങ്ങളെ ശക്തീകരിക്കട്ടെ.